ഡൊണാൾഡ് ട്രംപ് രാവിലെ എഴുന്നേക്കുമ്പോൾ ആദ്യം ചിന്തിക്കുന്നത് ഏതൊക്കെ രാജ്യങ്ങൾ കിട്ടുന്ന പണിയാം, എവിടെയൊക്കെ കുത്തിത്തിരിപ്പുണ്ടാക്കാം, എവിടെയൊക്കെ ആളാവാം, എവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ വായി തോന്നുന്നത് വിളിച്ചു പറയാം. ഇതാണ് ട്രംപിന്റെ ഇപ്പോഴത്തെ ഒരു പൊതുവെയുള്ള സ്വഭാവ രീതി. അത് നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ് പറയുന്നത്, എന്താണ് ചെയ്യുന്നത് ട്രംപിന് പോലും അറിയാത്തൊരവസ്ഥയാണ്. ഇപ്പോ ട്രംപ് വടി കൊടുത്ത് അടി വാങ്ങാൻ പോവുകയാണ്. അതായത് കുറെ നാൾ അഫ്ഗാൻ ഭരിച്ചിരുന്നത് അമേരിക്കയാണല്ലോ. അമേരിക്ക അവിടെ കുറെ സൈനിക താവളങ്ങൾ ഉണ്ടാക്കി, കുറെ വ്യോമതാവളങ്ങളൊക്കെ ഉണ്ടാക്കി. അഫ്ഗാനെ വലിയ വികസനത്തിന്റെ നെറുകയിലൊക്കെ എടുത്തത് പിന്നെ അമേരിക്കയാണ്. അപ്പോൾ താലിബാൻ വന്നു, അടിച്ചെല്ലാത്തിനെയും ഓട്ടിച്ചു. അമേരിക്കൻ സൈന്യമൊക്കെ ജീവനും കൊണ്ട് ഓടുന്ന ഒരു കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. ഇപ്പോ ട്രംപിനൊരു മോഹം, വല്ലാത്തൊരു മോഹമാണ്. അതായത് കിട്ടിയ കൊല്ലത്ത് പോലും പോയി നിൽക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് പോലെയാണ് ട്രംപിന്റെ മോഹം. ട്രംപിന് അഫ്ഗാനിലെ ബഗ്രാം വ്യോമതാവളം അത് വേണം. അഫ്ഗാനിൽ അതിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. ആ ബഗ്രാം വ്യോമതാവളം അത് എന്താണ് ട്രംപ് അത് കണ്ണുവെക്കുന്നത് എന്നൊക്കെ പറഞ്ഞു തരാം. അപ്പോൾ ഒരു ദിവസം ട്രംപ് രാവിലെ എണീച്ചിട്ട് ട്രംപ് തൻ്റെ സെക്രട്ടറിയോട് പറയുകയാണ്, അതായത് നമുക്ക് ആ അഫ്ഗാനിലെ ബഗ്രാം വ്യോമതാവളം അങ്ങ് പിടിച്ചെടുത്താലോ എന്ന്. അപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആൾ പറഞ്ഞു, അതിന് നമ്മൾ മെനക്കെടാൻ പോണ്ട, കാരണം പിന്നെ ആ വിമാനത്താവളം നമ്മൾ തൊടാൻ പോയാൽ ആ താലിബാൻ നമ്മളെ വലിച്ചു കീറി ചുമരിലൊട്ടിക്കും. അതുകൊണ്ട് നമ്മൾ എന്തിനാണ്, വല്ല ആവശ്യമുണ്ടോ, നമ്മൾ അതിൻ്റെ അകത്ത് ചെന്ന് കയറേണ്ട വല്ല ആവശ്യമുണ്ടോ? ഇപ്പൊ തന്നെ നാട്ടുകാരെല്ലാം കൂടെ നമ്മളെടുത്ത് പഞ്ഞിക്കിടുകയാണ്. ഇനിയും നമ്മൾ പോയി അമ്മമാരെ കയ്യിലിരിക്കണം വാങ്ങണോ എന്ന് വെച്ചപ്പോൾ അത് പറ്റൂല, നമുക്കത് വേണം. ബഗ്രാം വിമാനത്താവളം നമുക്ക് വേണം, കാരണം നമ്മളാണത് വികസിപ്പിച്ചെടുത്തത്. നമ്മളത് വലിയ രീതിയിൽ വികസിപ്പിച്ചെടുത്തിട്ട് നമുക്കത് പ്രയോജനപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ അത് ശരിയാവില്ല. സൈന്യത്തിനൊക്കെ റെഡിയാക്കിക്കോ, നമുക്കത് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ കാരണം ഈ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം പിന്നെ അഫ്ഗാനില് അമേരിക്ക കുറെ കാലം ഭരിച്ചല്ലോ. അപ്പൊ അവിടെ ബോംബിട്ടു. എന്തിനാണ് ബോംബിട്ടത്? അവിടെ ഒസാമ ബിൻ ലാദനെ തേടി അവിടെ ബോംബിട്ടു. അങ്ങേര് അവിടെ ഇല്ലായിരുന്നു, അങ്ങേര് നേരെ പാകിസ്ഥാനിലായിരുന്നല്ലോ. അവിടെ നിന്ന് കുറെ സിവിലിയൻസിനെയൊക്കെ അടിച്ചു കൊന്ന ശേഷം അതിൻ്റെ അകത്ത് കയറി കുറെ ഭരിച്ച് തള്ളി അവിടുത്തെ വ്യോമതാവളങ്ങളൊക്കെ പിടിച്ചെടുത്തു. എന്നിട്ട് അവിടെ കുറെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു. അവിടെ വ്യോമതാവളമൊക്കെ സ്ഥാപിച്ചു. അതിലൊരു കിടിലം വ്യോമതാവളമാണ് ബഗ്രാം വ്യോമതാവളം എന്ന് പറയുന്നത്. ആ വ്യോമതാവളം നമുക്കെടുത്താലോ എന്നുള്ള ഒരു കൊനഷ്ട് ചോദ്യമാണ് ട്രംപ് ഇപ്പോൾ ചോദിക്കുന്നത്. അതിന് ആ വിമാനത്താവളത്തിന് ഗുണങ്ങളേറെയുണ്ട്. ആ വിമാനത്താവളത്തിൽ നിന്ന് കഴിഞ്ഞാൽ 1 മണിക്കൂർ അവിടെ നിന്ന് യാത്ര ചെയ്താൽ മതി ചൈനയിലോട്ടെത്താം. ചൈനയിലെ പല ന്യൂക്ലിയർ പവർ പ്ലാന്റുകളിലും ആക്രമിക്കാൻ കഴിയും. അതാണ് ബുദ്ധി, കാഞ്ഞ ബുദ്ധിയാണ്. ഇയാളെ കുരുട്ട് ബുദ്ധി, ഇയാൾ ആ രാജ്യത്തെ നശിപ്പിക്കും എന്നുള്ളതാണ്. താലിബാനല്ല, അമേരിക്കയെ. അതായത് ഈ ബഗ്രാം വിമാനത്താവളത്തിൽ നിന്ന് 1 മണിക്കൂർ യാത്ര ചെയ്താൽ ചൈനയിലെത്താം. ചൈനയിലെ ഈ അണുവായുധ ന്യൂക്ലിയർ പവർ പ്ലാന്റുകളിൽ ആക്രമിക്കാൻ അതിലൂടെ സാധിക്കും. പിന്നെ റഷ്യ ഇപ്പോൾ പോളണ്ടിനെ ആക്രമിച്ചിട്ടുണ്ട്. നാളെ നാറ്റോ ഇറങ്ങും. അങ്ങനെ നാറ്റോ ഇറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും നാറ്റോ പറയില്ലേ, ട്രംപ് എണ്ണം പറഞ്ഞിട്ടാണല്ലോ ഞങ്ങൾ ഇറങ്ങിയത്, ഞങ്ങളെ രക്ഷിക്ക് എന്നൊക്കെ പറയുമല്ലോ. അതുകൊണ്ട് തന്നെ ഒരു കാര്യം ചെയ്യാം, റഷ്യ അങ്ങനെ വല്ല അടിയും തുടങ്ങുകയാണെങ്കിൽ നമുക്ക് ബഗ്രാം വിമാനത്താവളത്തിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യാം. ഒന്ന് ആലോചിച്ച് നോക്ക്, ബുദ്ധി എവിടം വരെ പോയി എന്നുള്ളത്. ഇയാൾ ഇതാണ് പറയുന്നത്, ഇയാൾ വടി കൊടുത്ത് അടി വാങ്ങുകയാണ്. വെറുതെ അഫ്ഗാനിൽ കിടക്കുന്ന ആ ബഗ്രാം വിമാനത്താവളം ഇങ്ങ് കയ്യിലെടുത്തിട്ട് ചൈനയെ അടിക്കാം, അത് കഴിഞ്ഞിട്ട് റഷ്യ അടിക്കാം, എന്നിട്ട് നാറ്റോയെ കൂടെ ഇറക്കാം. കാരണം നാറ്റോ ഉക്രൈൻ്റെ കൂടെ ആണല്ലോ. അപ്പോൾ തയ്യാറെടുപ്പ് സൈന്യം എന്ന് പറഞ്ഞ് 26 പിന്നെ നാറ്റോ സഖ്യങ്ങളെല്ലാം കൂടി ഇറങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ നാറ്റോയെ കൂടെ വിളിച്ചു വരുത്താം. അവസാനം നാറ്റോയെ വഴിയിലിട്ടിട്ട് നമുക്ക് ഓടിത്തള്ളാം. ഇതാണ് ഇയാളുടെ ആഗ്രഹം. അപ്പോൾ അവിടെ താലിബാനാണ് ഭരിക്കുന്നത്, ആരും സമ്മതിക്കില്ല. പിന്നെ അപ്പുറത്ത് ഇന്ത്യ ഉടപ്പുണ്ട്, അതിൻ്റെ അപ്പുറത്ത് ചൈന ഉടപ്പുണ്ട്. ഇനി ഇന്ത്യ ഇത് സമ്മതിച്ചാലും ചൈന എന്തായാലും സമ്മതിക്കാൻ പോകുന്നില്ല. സമ്മതിച്ചില്ലെങ്കിൽ അതിന് വഴിയുണ്ട്. കാരണം ചൈന സമ്മതിച്ചില്ലെങ്കിൽ നേരെ ചൈനയിൽ കയറി അടിക്കാനെന്നാണ് ഉമാർ വിചാരിക്കുന്നത് അമേരിക്ക. ചൈനയിൽ കയറി അടിക്കുമ്പോൾ ചൈന അതിൻ്റെ ഇരട്ടിക്ക് തിരിച്ചടിക്കും. അപ്പോൾ വേറൊരു യുദ്ധതലത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ളതാണ്. അങ്ങനെ ബഗ്രാം വ്യോമതാവളം വേണമെന്ന് ഒരു പിന്നെ എന്താ പറയുക, ഒരു പത്രസമ്മേളനത്തിൽ പിന്നെ UK പ്രധാനമന്ത്രിയെ കൊണ്ട് ട്രംപ് നൈസായിട്ടൊരു സൂചന കൊടുത്തിട്ടുണ്ട്. ഈ സൂചന കേട്ടപ്പോൾ താലിബാന്മാർക്ക് ഇളവി. പൊതുവേ പിന്നെ എന്താ പറയുക, ഇളവി കിടക്കണവന്മാരാണ്. ഇത് കൂടെ കേട്ടപ്പോൾ അവന്മാരൊക്കെ അങ്ങ് താണ്ടവാടുന്ന രീതിയിൽ അവന്മാരെ ഇളകി. ഇവിടെ എങ്ങാനും കാല് കുട്ടിയ നിന്റെയൊക്കെ
പേട്ടി അടിച്ചു നോക്കുമെന്ന് അവന്മാര് പറഞ്ഞു. ഈ താലിബാനിൽ എവിടെയെങ്കിലും നീയൊക്കെ കാല് കുത്തിയ വിവരം അറിയും മക്കളെ എന്ന് യവന്മാര് കൃത്യമായി ട്രംപിനോട് പറഞ്ഞു. പോരാത്തതിന് ചൈന താലിബാനെ പിന്നെ സംരക്ഷിക്കുന്നുമുണ്ട്. ഇന്ത്യ സൈഡിലിരുന്ന് ഇങ്ങനെ വീക്ഷിക്കുകയാണ്. ഇന്ത്യ എപ്പോഴും വീക്ഷിക്കുകയാണ് എന്നാണ് ഇവിടെ പലവുമാരും പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ഇന്ത്യ ഒന്നും ചെയ്യാൻ പോകുന്നില്ല, ഇന്ത്യക്ക് നയതന്ത്ര ബന്ധമില്ല, ഇന്ത്യ അത് ചുമ്മാ പറയുകയാണ്, ഇന്ത്യ എല്ലാം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇന്ത്യ ഒന്നിൽ ഇടപെടുന്നില്ല. പിന്നെ വല്ലവന്റെയും അടുത്ത് കയറി ഇടപെട്ടിട്ട് ആ പണി വാങ്ങിച്ചുകൊണ്ട് വരലാണല്ലോ ഇന്ത്യയുടെ ജോലി. ഇന്ത്യക്ക് ഇവിടെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അത് ഇവിടുത്തെ പൊട്ടന്മാരോട് മണ്ടന്മാരോട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? എന്തായാലും ഇന്ത്യ ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ട് ഇരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ആ സമയത്ത് നമുക്ക് കാണാൻ സാധിച്ചത് താലിബാൻ അവിടെ കാലുകുത്തിയാൽ വെട്ടുമെന്ന് മനസ്സിലായി. എന്ത് ചെയ്യണം എന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. നമുക്ക് വേറൊരു ഡയറക്ഷനിലൂടെ ഇവന്മാരെ വഴിതിരിച്ചു വിടണം എന്ന് കരുതിയിരിക്കുമ്പോഴാണ് അപ്പുറത്ത് പാകിസ്ഥാൻ എല്ലാത്തിനും ചാടിത്തുള്ളി പോകുന്നുണ്ട്. ഈ കാവടി തുള്ളിയാണ് ഇവന്മാര് പോകുന്നത്. പാകിസ്ഥാൻ ഈ കാവടി തുള്ളി പോവും, അവസാനം ആംബുലൻസിൽ കൊണ്ടുവന്ന് കിടത്തേണ്ടി വരും എന്നുള്ളതാണ് അവസ്ഥ. അറബ് നാറ്റോ രൂപീകരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാനുമുണ്ട് എന്ന് പറഞ്ഞ് ചാടിത്തുള്ളി ഈ പാകിസ്ഥാൻ പോയിട്ടുണ്ട്. അത് കഴിഞ്ഞ് സൗദി അറേബ്യയിൽ പോയിട്ട് ചാടിത്തുള്ളി ഒരു കരാർ ഒപ്പിട്ട് പാക് പിന്നെ ഒപ്പിട്ടിട്ട് പാകിസ്ഥാനെ ആരെങ്കിലും ആക്രമിച്ച സൗദി ഇടപെടും, സൗദി കയറി അടിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ട്രംപ് വിചാരിച്ച് ഇവന്മാരെ നമുക്കൊന്ന് ഉപയോഗിക്കാം. ഇവന്മാര് ഈ ഖൈബർ പഖ്തൂൺ എന്ന് പറയുന്നത് ഇവന്മാരുടെ മേഖലയാണ്. അവിടെയാണ് ഈ താലിബാന്റെ പ്രോക്സി ആയിട്ടുള്ള തെഹരിക്ക താലിബാൻ ഉള്ളത്. ഈ തെഹരിക്ക താലിബാന്റെ മണ്ടയിൽ കുറെ ബോംബ് വാരിയിട്ട് ഇടാൻ പറയാം, പാകിസ്ഥാനോട് പറയാം. ഉമാരെ ഖൈബർ പഷ്തൂൺ ഏരിയയിലാണ് ഈ തെഹരിക് താലിബാൻ സ്ഥിതി ചെയ്യുന്നത്. യുവമാർ ഇവിടെ താമസിക്കുന്നത്. അപ്പോൾ യുവന്മാരുടെ തലയിൽ കുറെ ബോംബ് വാരിയിടാൻ യുവന്മാരോട് പറയണം. പാകിസ്ഥാനോട്. കാരണം സമാധാനത്തിന് നൊബേൽ സമ്മാനത്തിന് ഒപ്പിട്ട് കൊടുത്തവന്മാരാണല്ലോ യുവന്മാർ. അപ്പൊ ഇവന്മാര് പറഞ്ഞാൽ ഈ താലിബാനിന്റെ തലയ്ക്കകത്ത് ബോംബിടാൻ പറഞ്ഞാൽ ഈ തലയ്ക്കകത്ത് ആള് താമസമില്ലാത്ത പാകിസ്ഥാൻമാര് കൊണ്ടുവന്ന് ബോംബിടും. അപ്പോൾ ജേക്സോ അങ്ങനെ ഒരു യുദ്ധവിമാനമുണ്ട്, അത് തന്നെ ഉപയോഗിക്കണം. അങ്ങനെ വെളിവില്ലാത്ത ഇവന്മാരെ കൊണ്ട് ട്രംപ് അതങ്ങ് ചെയ്യിപ്പിക്കും. ദിവസവും പുലർച്ചെ 4 മണിക്ക് പാവപ്പെട്ട കുട്ടികളെ അവിടെ കിടന്നുറങ്ങുന്ന അമ്മമാരെയും കുടുംബാംഗങ്ങളുടെയും തലയെ കൊണ്ട് ബോംബ് ചറപറ ഇടുകയാണ് ഈ ഖൈബർ പഷ്തൂൺ മേഖലയിലുള്ള തീവ്ര പ്രവിശ്യയിലുള്ള ഈ പിന്നെ തെഹ്റ താലിബാൻ എന്ന് പറയുന്ന ഇവന്മാര്. അപ്പോ നമ്മള് ഗസയിലേക്ക് ആളുകളെ കണ്ട് കരയും. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഉറങ്ങിക്കിടക്കുന്ന ജനതയുടെ മുകളിലാണ് ഇവന്മാര് ബോംബിടുന്നത്. ഒരുപാട് കുട്ടികൾ മരണപ്പെട്ടു. അതിന്റെയൊക്കെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഇവിടുത്തെ സുഡാപ്പികൾ അതൊന്നും കാണുന്നില്ല. ഗാസയിൽ പിന്നെ കുഞ്ഞുങ്ങൾ മരിക്കുന്നു, കരയുന്നു, തിന്നാനില്ല, കുടിക്കാനില്ല, ആഹാരമില്ല, ബോംബിടുന്നു, ഇസ്രായേൽ തകർക്കുന്നു, ഇസ്രായേൽ അങ്ങ് എന്തൊക്കെയോ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവന്മാർ ഇവിടെ കിടന്ന് തുള്ളുന്നത്. അപ്പോഴത്തേക്ക് ഈ ബഗ്രാം പിടിച്ചെടുക്കുകയല്ല, താലിബാൻ പറഞ്ഞു പാകിസ്ഥാനെ ഞങ്ങൾ 2ആയിട്ട് പിളർക്കും. താലിബാന്റെ ഒരു പ്രസ്താവന പുറത്തു വന്നിട്ടുണ്ട്. നീയൊക്കെ ബഗ്രാം പിടിച്ചടക്കാൻ വന്നാൽ നിന്നെയൊക്കെ വലിച്ചു കീറി ഞങ്ങൾ ഒട്ടിക്കും. മാത്രമല്ല താലിബാന്റെ ശ്രദ്ധ എങ്ങോട്ട് തിരിക്കണം, അപ്പുറത്ത് ചൈന നിൽപ്പുണ്ട്. ചൈന താലിബാന് പറഞ്ഞു ഇവന്മാരെ പിന്നെ ഈ ബഗ്രാം പിടിക്കാനായിട്ട് ചാടി ഇറങ്ങിയിട്ടുണ്ട്, നമുക്കത് പറ്റില്ല, നമ്മൾ ആക്രമിക്കും, ഇവന്മാർ അങ്ങോട്ട് വന്നാൽ നമ്മൾ ഇവന്മാരെ തീർത്ത് തള്ളും എന്നാണ്. അതായത് പാകിസ്ഥാനിൽ കലുഷിതമായിക്കൊണ്ടിരിക്കുകയാണ് സാഹചര്യങ്ങൾ. ഇതിനിടെ തന്നെ പാക് അധീന കാശ്മീരിൽ പ്രതിരോധ മന്ത്രി പിന്നെ എന്താ പറഞ്ഞ ഇവിടെ കിടന്ന് കൂടുതൽ കളിച്ചാൽ അവിടത്തെ കശ്മീരിനെ കൂടുതൽ പ്രഷർ ഉണ്ടാക്കിയാൽ നിന്റെയൊക്കെ ചോര ഈ മണ്ണിൽ തന്നെ വീഴുമെന്ന് പാകിസ്ഥാനോട് കൃത്യമായി മുന്നറിയിപ്പും കൊടുത്തു. എന്തായാലും പാകിസ്ഥാനിൽ ഒരു വൻപ സ്ഫോടനമുണ്ടായി. ആ സ്ഫോടനത്തിൽ നിരവധി ആളുകൾ മരിച്ചു എന്നുള്ള സംശയമാണ് വരുന്നത്. സ്ഫോടനം ഉണ്ടായത് ജാഫർ എക്സ്പ്രസിലാണ്. ബലൂചിസ്ഥാനിലാണ് ഇതുണ്ടായത്. ഉറപ്പായിട്ടും ഇത് നടത്തിയത് ബലൂച്ച് ലിബറേഷൻ ആർമി എന്നായിരിക്കും എല്ലാവരും അറിയാം. ആരാണ് ഈ ബലൂച്ച് ലിബറേഷൻ ആർമി? ഈ ഖൈബർ പഷ്തൂൺ പിന്നെ തെഹ്രിക്ക താലിബാൻ ഇതിൻ്റെയൊക്കെ ഉള്ള 40% ബലൂചിസ്ഥാൻ ഞങ്ങൾ ഇങ്ങ് എടുക്കുമെന്നാണ് ഈ ബലൂച്ച് ലിബറേഷൻ ആർമി പറയുന്നത്, ഈ പഷ്തൂൺ മേഖലയിലുള്ള. അപ്പോ ഇവിടെ ഒരു സ്ഫോടനം നടന്നു. ഈ ജാഫർ എക്സ്പ്രസിൽ ബോംബ് വെച്ചപ്പോൾ ജാഫർ എക്സ്പ്രസിന്റെ ഒരു ബോഗി പൊട്ടിത്തെറിച്ച് തലകുത്തനെ വീഴുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ജാഫർ എക്സ്പ്രസിൽ ആദ്യമായിട്ടല്ല ബലൂച്ച് ലിബറേഷൻ ആർമി ബോംബ് വയ്ക്കുന്നത് അല്ലെങ്കിൽ റാഞ്ചാനായിട്ട് ശ്രമിക്കുന്നത്. നേരത്തെയും ജാഫർ എക്സ്പ്രസ് ബലൂച്ച് ലിബറേഷൻ ആർമി റാഞ്ചിയിട്ടുണ്ട്. ആ സമയത്ത് ബലൂച്ച് ലിബറേഷൻ ആർമിക്ക് ഫണ്ട് കൊടുക്കുന്നത് ഇന്ത്യ ആണെന്ന് പറഞ്ഞ് ഈ പാകിസ്ഥാൻ ഒരു ഷോ ഒക്കെ ഇറക്കാൻ ശ്രമിച്ചു.
ഇന്ത്യ പോയി പറഞ്ഞു, എടാ പോയി തരത്തി കളിയടാ, എടാ മരമാക്രിമാരെ പോയി തരത്തി കളി, ഇന്ത്യയോട് കളിക്കല്ലേ എന്ന്. എന്തായാലും ഇപ്പോ വമ്പൻ ആക്രമണം, സൈനികരാണെങ്കിൽ അവിടെ അടികൊണ്ട് ചോര തുപ്പുകയാണ്. അങ്ങനെ സൈനികർ തലങ്ങും വിലങ്ങും ചിതറി ഓടുന്ന കാഴ്ചയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. സൈനികരാണെങ്കിൽ ഏതെങ്കിലും ഒരു അവസ്ഥയുണ്ടെങ്കിൽ ബലൂചിസ്ഥാനിൽ ഞങ്ങളെ പോസ്റ്റ് ചെയ്യില്ലേ എന്നാണ് അവിടെ ഫീൽഡ് മാർഷൽ ആയിട്ടുള്ള അസീം മുനീർ അടക്കം പറയുന്നത് എന്നാണ് പറയുന്നത്. എന്തായാലും ബലൂചിസ്ഥാനിലോട്ട് പോസ്റ്റ് ചെയ്യും. അതായത് നമ്മുടെ നാട്ടിൽ പിണറായി വിജയൻ ആരോടെങ്കിലും ശത്രുത ഉണ്ടെങ്കിൽ വല്ല വയനാട്ടിലെയോ മുത്തങ്ങയിലോ ഒക്കെ പിടിച്ചിടുന്നത് പോലെ പോലീസ് ഉദ്യോഗസ്ഥർ എന്തെങ്കിലും കാണിച്ചാൽ അവന്മാരെ ബലൂചിസ്ഥാനിൽ കൊണ്ടിടുന്നതാണ് ഇവന്മാരുടെ പണി എന്ന് പറയുന്നത്. അപ്പോ ഈ താലിബാനില് ഈ ബെഗ്രാം വിമാനത്താവളം പിടിക്കാനായിട്ട് ഇവന്മാര് വരും, പാകിസ്ഥാൻ കയറി അടിക്കും. പാകിസ്ഥാൻ കയറി അടിക്കുമ്പോൾ താലിബാനിലെ ഈ താലിബാൻ മേഖലയില് പസ്തൂൺ മേഖലയിൽ ഈ ബലൂചിസ്ഥാനികൾ കയറി അടിക്കും. അങ്ങനെ മൊത്തത്തിൽ അവിടെ ഒരു കലാപ അന്തരീക്ഷം സൃഷ്ടിക്കും. ട്രംപ് പറയുകയും ചെയ്ത് ഇവന്മാര് ചെയ്യുകയും ചെയ്ത് നിന്ന് കത്തുന്നത് കറാച്ചി ആയിരിക്കും.